പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബിക്ക് എന്തോ വോമിറ്റ് ചെയ്യാനോ എന്തിനോ ഉണ്ട്. അപ്പോൾ അത് അവിടെ നിന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ വലിയ നിർമ്മലിൻ്റെ പ്രശ്നത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ശ്രദ്ധിക്കാതെ എന്നൊക്കെ ഓർത്ത് അബി വോമിറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവാണ്. അതിനുശേഷം ജലജ അവിടേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അബിയാണെങ്കിലും ഇങ്ങനെ മുഖമൊക്കെ തുടച്ചാ വരുന്നത്. അപ്പോൾ എന്ത് പറ്റി മോനെ എന്നൊക്കെ ചോദിച്ചിട്ട് ജലജ എണീക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല, അമ്മ വോമിറ്റ് ചെയ്തു, എനിക്ക് സുഖമില്ല, തീരെ സുഖമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് അബീനെ പിടിച്ച് സോഫയിൽ ഇരുത്തുന്നുണ്ട്. അപ്പോഴൊന്നും നബി അത് ശ്രദ്ധിക്കുന്നില്ല. എന്നിട്ട് ഇവളെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നബീനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ പുറമൊന്ന് തടവി കൊടുക്കാത്തത് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞതാണ്, അവളൊന്ന് ശ്രദ്ധിച്ചു പോലും ഇല്ല എന്ന് പറയുമ്പോൾ നീ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നിൻ്റെ ഭർത്താവിന് സുഖമില്ല എന്ന് പറയുമ്പോൾ നീ വേണ്ടേ നോക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചൂടാവുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നബി ചോദിക്കുന്നുണ്ട്, ഇവൻ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടോ, പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ നോക്കുന്നത് അവൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ജലജയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. ഇവളെ എനിക്ക് ഇങ്ങനെ കടിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട്, പിന്നെ എന്തിനാണ് ഇവൻ കെട്ടിയ താലിയും കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. കൊണ്ടുപോയി കായലിൽ കളയണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നവി ചോദിക്കുന്നുണ്ടായിരുന്നു, കായലിൽ കളയാൻ ഞാനെന്താ വേസ്റ്റ് വാട്ടർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ആവുന്നുണ്ട്. ഇങ്ങനെ ജലജ അടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബി പിടിച്ചുകൊണ്ട് പോവുകയാണ് അവിടുന്ന് ചെയ്യുന്നത്. അപ്പോൾ അവരങ്ങ് പോകുന്ന സമയത്ത് നബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇക്കണക്കിന് പോയാൽ നിർമ്മലിൻ്റെ പ്രശ്നം അറിഞ്ഞാൽ ഇവർ എന്തുമാത്രം വയലൻ്റ് ആവും, അപ്പോൾ ഞാൻ കുറച്ച് തൻ്റെ അടുത്തോടെ നിന്ന് തന്നെ പറ്റുള്ളൂ ഇപ്പോഴെന്നെ എന്നിങ്ങനെ ആലോചിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് കനകേനെ നയനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നയനെ ചോദിക്കുന്നതിന് അമ്മ എന്തപ്പം ഇങ്ങോട്ട് വിളിക്കാത്തത് എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ അവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം, എന്നാലും അമ്മയുടെ രണ്ട് മക്കൾ ഇവിടെയല്ലേ, അപ്പോൾ ഇടയ്ക്കൊന്ന് വിളിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നതാണ് എന്നൊക്കെ പറയാണ്. മോളെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെയല്ലേ വിശേഷമുള്ളത്, അനിയുടെ ഇങ്ങനെ കല്യാണക്കുറിയൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ കല്യാണമൊക്കെ വിളിക്കാൻ തുടങ്ങണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ കല്യാണത്തിനോടടുത്തപ്പോൾ കല്യാണച്ചക്കന് എന്തോ ഒരു ഇഷ്ടക്കേടുണ്ട്, ആരോ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് കനക ചോദിക്കുമ്പോഴാണ് കേട്ടോ അത് പറയുന്നത്. അപ്പോൾ അനിയുടെ മനസ്സിൽ ഈ പ്രായത്തിലുണ്ടാവുന്ന ആൺകുട്ടികൾക്കുള്ള പ്രശ്നം തന്നെ അവൻ്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പറയണം. അപ്പോൾ കനകയ്ക്ക് ആകെ ഒരു ഞെട്ടിലാവാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടി ആരാന്ന് വല്ലതും മോൻ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എന്തായാലും അനിമോൻ്റെ മുത്തശ്ശനല്ലേ ഇതെല്ലാം തീരുമാനിച്ചത്, അപ്പോൾ ഇങ്ങനെ ആ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, അത് അത്രയേ ഉള്ളൂ, കല്യാണം അങ്ങനെ നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളും അങ്ങോട്ട് കല്യാണം വിളിക്കാനൊക്കെ വരുന്നുണ്ട് എന്ന് പറയാണ്. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ 2-3 ദിവസം തന്നെ അച്ഛനെ നന്ദൂനൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോര് എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് നയനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആദർശേട്ടനോട് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വഴക്കിടുന്ന കൂട്ടത്തിലാണ് എനിക്ക് എന്നോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് തിരിച്ചും ഉണ്ട് എന്നങ്ങനെ പറയുന്നുണ്ട്. അവൻ്റെ കാര്യത്തിൽ എനിക്ക് വിഷമമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നയന നന്ദു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളിവിടെ എവിടെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവളിപ്പോൾ ഏത് സമയവും ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്, അവൾ പഴയ നന്ദു ഒന്നും അല്ല എന്നിങ്ങനെ കനക പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നയനയും ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവളുടെ മനസ്സിൽ ആരെങ്കിലും കയറി കൂടിയോ, അപ്പോഴാണല്ലോ ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് നയനെ പറയും, അവളൊരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഒരാണിൻ്റെ മുന്നിലും കീഴടങ്ങി ജീവിക്കരുത് എന്നൊക്കെയല്ലേ അവൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, എന്നാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഏതൊരാളും മാറിപ്പോവില്ലേ എന്നൊക്കെ പറയണം. അപ്പം ഞാൻ എനിക്ക് സംശയമാവുന്നുണ്ട് കേട്ടോ, അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയോ, അമ്മേനോട് എന്തെങ്കിലും അവൾ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കനക പറയും, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ പറയും, ഗോവിന്ദേട്ടൻ വരാനായിട്ടുണ്ട്, അമ്മ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അമ്മ മോളെ പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് സംശയമാവുന്നുണ്ട്, അമ്മ ഇങ്ങനെ ഞാൻ വിളിച്ചാൽ ഇങ്ങനെ ഫോൺ വെക്കാനൊന്നും ഇങ്ങനെ സമ്മതിക്കാത്ത ആളാണ്, ഇപ്പോൾ എന്താ അമ്മ തന്നെ പെട്ടെന്ന് കോള് കട്ട് ചെയ്ത് പോയത്, എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനെ നിന്ന് ആലോചിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് കനക നേരെ നന്ദുവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നന്ദു എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക തന്നെയാണ്. അപ്പോൾ മോളെന്താ ആലോചിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറയുമ്പോൾ മോളോട് അനി എപ്പോഴെങ്കിലും ഇങ്ങനെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സംസാരമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന്. പിന്നീട് മോൾക്ക് എപ്പോഴാണ് അങ്ങനെ അനിയനോട് സ്നേഹം തോന്നി തുടങ്ങിയത്, ആങ്ങളെയായിട്ട് കണ്ട അനിയനും മോൾ സ്നേഹിച്ച് തുടങ്ങിയെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല അമ്മയെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നയനെ വിളിച്ച കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അവിടെ കല്യാണ വിളിയൊക്കെ തുടങ്ങി എന്നാ പറഞ്ഞത്, അനിമോനും കല്യാണമൊക്കെ വിളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ നന്ദുവിനോട് പറയട്ടെ. അപ്പോൾ നന്ദുവിന് ആകെ വിഷമാവുന്നുണ്ട്. ആ സമയത്ത് കനക മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവളെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ മനസ്സ് എങ്ങനെയൊക്കെ മാറ്റണം എന്നാലേ പറ്റുള്ളൂ എന്നുള്ള അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, നയനമോൾ ഇപ്പോൾ വിളിച്ചപ്പോഴും പറഞ്ഞു, നീയും അനിയും നല്ല കൂട്ടുകാരാണെന്ന്, ഇങ്ങനെ ഒരു ബന്ധം നിങ്ങളുടെ മനസ്സിലുള്ളതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇപ്പം അനിമോൻ്റെ കൂടെ ചെന്ന് അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കല്യാണം വിളിക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുമ്പോൾ നന്ദു അത് സമ്മതിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അത് ശരിയാണെന്ന്. അപ്പോൾ ഇങ്ങനെ പിന്നീട് കനക ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്.
നമുക്ക് പറ്റിയത് മാത്രമേ നമ്മളിങ്ങനെ അർഹിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാത്തവരായിരുന്നു ഞാനും അതുപോലെ തന്നെ മോളുടെ ചേച്ചിയും മൂത്ത ചേച്ചിയും. പക്ഷേ നൈനമോളും നന്ദൂട്ടനൊന്നും അങ്ങനെ ആയിരുന്നില്ലല്ലോ, കല്യാണത്തെ പറ്റി പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എപ്പോഴാണ് അങ്ങനെയൊക്കെ മാറി തുടങ്ങിയത്. മോളുടെ ചേച്ചിമാരെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ അനിമോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പോലും ഈ ബന്ധം അംഗീകരിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മോള് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പിന്നീട് അനിയാണെങ്കിലും ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന ഒരു ഗ്ലാസ് പാലും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പം എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നേരത്തെ ആയിരുന്നെങ്കിൽ കവിത എഴുതാൻ വേണ്ടി ചിന്തിക്കുക എന്ന് പറയായിരുന്നു, ഇപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കയറി വന്നാൽ അതിൻ്റെ പേരിൽ വലിയ വഴക്കുണ്ടാവുമല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. പനിയുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും ആ പെൺകുട്ടി പോവില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അനി പറയും, പിന്നെ താലികെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് വഴക്കിട്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തും ഇങ്ങനെ അനിയുടെ മനസ്സ് അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ വല്ലാത്തൊരു അടുപ്പുണ്ട്. അവൾക്ക് ഇങ്ങനെ എന്നോട് സംസാരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ അവളെ വിളിക്കാറുണ്ട്, തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പോൾ അതിന് പറയും, അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ടെലിപ്പതി ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അത് ശരിയാണ്, അനാമികയും ഞാനുമായിട്ട് അതില്ല എന്ന് പറയും കേട്ടോ. പക്ഷേ എന്തായാലും അനാമികയായിട്ടുള്ള ബന്ധം നടക്കുള്ളൂ എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ അനി സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ ഇങ്ങനെ ഈ വീട്ടുകാർ അംഗീകരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഏട്ടത്തിക്കൊക്കെ അവളെ ഇഷ്ടമായിരിക്കും എന്ന് പറയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ തന്നെ ഇവിടെ പുറംപോക്കാണ്, അതുകൊണ്ട് എൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്, അനി അതങ്ങ് മറന്നേക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നൈനി അവിടുന്ന് പോകണം. അപ്പം എനിക്ക് വീണ്ടും ആകെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് നന്ദു ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അനി ഫോൺ എടുത്തിട്ട് നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ നന്ദുവിനോട് കുറച്ച് സംസാരിക്കണം, ഒന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അച്ഛനും അമ്മയും കണ്ടാൽ പ്രശ്നമാവുമെന്ന് നന്ദു പറയുന്നുണ്ട്. അപ്പോൾ അനി പറയും, രാത്രിയിൽ ഇറങ്ങി വന്നാൽ മതി, ഞാൻ പുറത്ത് വന്ന് നിൽക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ശരിയെന്ന് നന്ദു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് കനകയും ഗോവിന്ദനൊക്കെ നല്ല ഉറക്കമായിരിക്കും, നന്ദു ഉറങ്ങാതെ കാത്തിരിക്കാവും. അപ്പോൾ അങ്ങനെ വാതിലൊക്കെ തുറന്ന് ചുറ്റൊക്കെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പം അനി അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പം അനി എന്താ ഈ സമയത്ത് എന്ന് ചോദിക്കും. പിന്നീട് നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം സമയം എത്രയായിന്ന് എനിക്ക് അറിയുമെന്ന്. ഇപ്പം ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ടാവും, വീട്ടിലെല്ലാവരും നല്ല ഉറക്കമാണെന്ന് പറയും. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞാൽ അമ്മയൊക്കെ എണീക്കാറായിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ നന്ദു എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം എന്ന് പറയട്ടെ. അപ്പോൾ എവിടേക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ പറയാം, നന്ദുവിന് ഇങ്ങനെ ദോഷം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയില്ല എന്നറിയില്ലേ, ഇനിയിപ്പോൾ അങ്ങനെ കൊണ്ടുപോയാൽ തന്നെ സ്വയം പെടാനുള്ളതൊക്കെ നന്ദുവിനുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല, എന്നാലും എവിടേക്കാണെന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ക്ഷേത്രം വരെ പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ പോകാൻ കുളിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ക്ഷേത്രത്തിൽ പോവാം, അത്യാവശ്യം ഡ്രസ്സൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് വണ്ടിയിൽ എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് അനി അങ്ങ് നിർബന്ധം പിടിക്കുകയാണ്, നന്ദു വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം പിന്നീട് കനകേനയും രാവിലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഗോവിന്ദൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദുവിനെ കണ്ടിട്ട് രാവിലെ തന്നെ കാണാനില്ലല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാലും രാവിലെ തന്നെ അവൾ എവിടേക്കാണ് പോയത് എന്നൊക്കെ ചോദിച്ച് അവളുടെ കാര്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നീ അവളുടെ കൂടെ അല്ലേ എന്നും കിടന്നിരുന്നത്, പിന്നെ ഇന്നലെ എന്താ മാറി കിടന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ. അവൾ ഇങ്ങനെ രാവിലെ എക്സസൈസൊക്കെ ചെയ്യാൻ പോകാറുണ്ടായിരുന്നല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ ഏതൊരു കരാട്ടെ സ്കൂളിൽ ട്രെയിനറായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് പോയതാവും, ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഗോവിന്ദേട്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ പഠിത്ത ഉഴപ്പിനെ കുറിച്ചൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് പഠിച്ച് ഒരു ജോലി സമ്പാദിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ഗോവിന്ദൻ പറയുമ്പോൾ ഇങ്ങനെ ഗോവിന്ദേട്ട അവളെ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കനകയാണെങ്കിലും. പിന്നീട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അവളായിരിക്കും വന്നത് എന്ന് പറഞ്ഞിട്ട് കനക ചെന്ന് വാതിൽ തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അനീനെയാണ് കാണുന്നത്. പിന്നീട് അനിയുടെ ബാക്കിൽ നിന്ന് നന്ദു ആണെങ്കിലും ഇങ്ങനെ സാരി കൊടുത്ത് ഇങ്ങനെ കല്യാണപ്പെണ്ണിൻ്റെ വേഷത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കനക ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ അവളുടെ കയ്യിലേക്കും ഒക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെ കയ്യിലും മാലയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കനകയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. കനക എന്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. പിന്നീട് ഗോവിന്ദേട്ട എന്നുള്ളൊരു വിളിയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദനും അവിടുന്ന് എണീറ്റ് വരികയാണ്. അപ്പോൾ രണ്ടുപേരെയാണല്ലോ കാണുന്നത്, രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഗോവിന്ദനും രണ്ടുപേരെയും കണ്ട് ആകെ ഞെട്ടിലോടുകൂടി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്